അമേരിക്കയും റഷ്യയും തമ്മിൽ പലരും പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ആ താരതമ്യത്തിൽ റഷ്യ ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് പല ആൾക്കാരും സംശയിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ അനുകൂലികൾ അതൊന്നും അംഗീകരിച്ച് തരാറില്ല. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ അത് അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ട്രംപ് ഇപ്പോൾ പറയുന്നത് എല്ലാ മേഖലകളിലും തൻ്റെ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് കാണാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയെ മഹത്തരമാക്കാൻ റഷ്യയുമായി തന്നെ താരതമ്യം ചെയ്യാൻ പോലും ട്രംപ് മടിക്കാറില്ല. അടുത്തിടെ അമേരിക്കയ്ക്ക് ഐസ് ബ്രേക്കർ ഷിപ്പുകൾ എത്ര എണ്ണമുണ്ട് എന്ന് ട്രംപ് ഒരു കണക്കെടുക്കുകയുണ്ടായി. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഐസ് ബ്രേക്കർ ഷിപ്പാണ് ഉള്ളത്, എന്നാൽ റഷ്യയ്ക്കത് 48 എണ്ണമുണ്ട് എന്നുള്ളതാണ് ട്രംപിനെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഐസ് തകർക്കാൻ കഴിയുന്ന ഒരു ഐസ് ബ്രേക്കർ കപ്പൽ മാത്രമേ ഉള്ളൂ എന്നാണ് ട്രംപ് സമ്മതിച്ചത്. അതേസമയം അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യയ്ക്ക് 48 ഐസ് ബ്രേക്കറുകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വിടവ് അസംബന്ധവും പരിഹാസ്യവുമാണെന്ന് വിളിച്ചിട്ടും 11 ഐസ് ബ്രേക്കർ കപ്പലുകൾ അടിയന്തരമായി നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരിക്കുകയാണ്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയും ഫിൻലൻഡും തമ്മിൽ $6.1 ബില്യൺ കരാറാണ് ഈ ഐസ് ബ്രേക്കർ ഷിപ്പുകൾ മാത്രം നിർമ്മിക്കാനായി വച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഈ കരാർ പ്രകാരം US-ഉം ഫിൻലൻഡും സംയുക്തമായി ഐസ് ബ്രേക്കർ കപ്പലുകൾ നിർമ്മിക്കും. 11 കപ്പലുകളിൽ 4 ഫിനിഷ് കപ്പൽശാലകളിലായിരിക്കും, ബാക്കി 7 കപ്പലുകൾ US സൂക്ഷിക്കും. ഫിൻലൻഡുമായിട്ടുള്ള ഈ കരാർ തങ്ങളുടെ തീരസംരക്ഷണ പദ്ധതി വികസിപ്പിക്കാനുള്ള US-ന്റെ ആഗ്രഹം കാണിക്കുന്നു. നിലവിൽ US-ന് 1976 കമ്മീഷൻ ചെയ്ത ഒരു വിന്റർ ഐസ് ബ്രേക്കറും മറ്റൊരു കപ്പലുമുണ്ട്. പക്ഷേ അത് വാണിജ്യ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. US-ന്റെയും റഷ്യയുടെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ധ്രുവ കാലാവസ്ഥ കാരണം റഷ്യ പലപ്പോഴും മഞ്ഞുവീഴ്ച നേരിടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഒന്നിൽ കൂടുതൽ ഐസ് ബ്രേക്കറുകൾ വേണമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതേസമയം അമേരിക്ക, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും കേൾക്കുന്നില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യയ്ക്ക് അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതിയെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.